മംഗളൂരുവിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ചിക്കമംഗളൂരു സ്വദേശിനി നിരീക്ഷയാണ് പോലീസ് പിടികൂടിയത്. യുവതിയുടെ പേരിൽ കദ്രി പോലീസ് സ്റ്റേഷനിൽ ഹണി ട്രാപ്പ് പരാതി ഉണ്ടായിരുന്നു. ഉടുപ്പിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും യുവതി പ്രതിയാണ്. വിവരങ്ങളുമായി കെ.വി. ബൈജു ചേരുന്നുണ്ട്. ബൈജു, സമാനമായ നിരവധി കേസുകളാണ് ചിക്കമംഗളൂരു സ്വദേശിനിയായിട്ടുള്ള നിരീക്ഷയ്ക്കെതിരെയുള്ളത്. അതായത് ഹണി ട്രാപ്പ് കേസ്, ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തിയ കേസിലും ഈ യുവതി പിടിയിലായിരിക്കുന്നത്. ഇവർ മാത്രമാണോ, അതായത് ഈ സംഭവത്തിന് പിന്നിൽ ഈ നിരീക്ഷണം മാത്രമാണോ, അതോ കൂടുതൽ പ്രതികളുണ്ടോ? ടോമെ, കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മംഗളൂരു കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം, അതായത് ഈ സെക്സ് റാക്കറ്റ് ഈ മംഗളൂരു കേന്ദ്രീകരിച്ച് സജീവമാണെന്ന് തെളിയിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ നിരീക്ഷ അത്ര ചില്ലറക്കാരിയല്ല. ഇവർ ഇത്തരത്തിൽ പ്രണയം നടിച്ച് ആളുകളെ ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തും. അതോടൊപ്പം ഏറ്റവും പ്രധാനം, ഗൗരവമുള്ളത് ഇവരുടെ കൂടെ തന്നെ താമസിക്കുന്ന ചിക്കമംഗളൂരു സ്വദേശിയാണെങ്കിലും ഇവർ കങ്കനാടിക്ക് സമീപം വാടക വീടെടുത്താണ് താമസിച്ചത്. ഇവരുടെ കൂടെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുടെ സ്ഥിരമായി ഇവരുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് ആ ദൃശ്യങ്ങളൊക്കെ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെയാണ് ഇവരുടെ രീതി. അതോടൊപ്പം പല ഇത്തരത്തിലുള്ള അശ്ലീല സൈറ്റുകളിലും ഇത്തരം ഫോട്ടോകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടിയാണ് ഈ കേസിൽ ഗൗരവം വർദ്ധിപ്പിക്കുകയും ഇവർ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു കാര്യം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിഷേക് ആചാരി ഒക്ടോബർ 9-ന് ഉടുപ്പിയിൽ ആത്മഹത്യ ചെയ്ത അഭിഷേക് ആചാര്യയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നാണ് നിർണായക വിവരം പോലീസ് ലഭിച്ചത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് നിരീക്ഷയുടെ കയ്യിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്. അത് കാട്ടി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക, ഇതായിരുന്നു ഇവരുടെ രീതി എന്ന ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് പോലീസ് അന്വേഷണം ഇവരിലേക്ക് കൂടുതൽ എത്തുന്നതും ഇവർ ഇന്നലെ അറസ്റ്റിലാവുന്നതും. ഏതായാലും ഇവരിപ്പോൾ ഇവരിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇവരുടെ ഈ ഒരു ചതിയിൽ കുരുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രത്തോളം ദൃശ്യങ്ങൾ ഇവരുടെ മൊബൈലിൽ നിന്നും പോലീസിന് കണ്ടെടുക്കാനായി. നിരവധി യുവതികൾ ഈ നിരീക്ഷയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? കൂടുതൽ പേരെ ഈ പണം തട്ടുക എന്ന ലക്ഷ്യമാണല്ലോ, അങ്ങനെ കൂടുതൽ പേരും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ടോമ, ഇപ്പോൾ 2 യുവതികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ കൂടെ താമസിച്ചിരുന്ന 2 യുവതികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ദൃശ്യങ്ങളാണ് ഇവർ ചിത്രീകരിച്ച് ഇത്തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ അഭിഷേകുമായി ഇത്തരത്തിലുള്ള ഇവരുടെ ദൃശ്യങ്ങൾ ഈ മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രണയം നടിച്ച് അഭിഷേകിനെ ഇത്തരത്തിൽ ഒരു മുറിയിൽ കൊണ്ടുവരികയും ഇവരുടെ ദൃശ്യങ്ങൾ ഇവർ ചിത്രീകരിക്കുകയും പിന്നീട് അത് ലക്ഷങ്ങൾ ഇവരോട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് അഭിഷേക് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി യുവാക്കളെ ഇവർ ഈ കെണിയിൽ പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ ഇവരുടെ ഈ ഒരു ചതിയിൽ അല്ലെങ്കിൽ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ആ മൊബൈൽ പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ നിരവധി യുവാക്കളുടെ ദൃശ്യങ്ങൾ ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ഇത് ചിത്രീകരിക്കുന്നത്. കാരണം ഇവർ പ്രണയം നടിച്ചാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ. വ്യക്തമാണ്. കെ.വി. ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയ കേസിലാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹണി ട്രാപ്പ് കേസിലും ഉടുപ്പിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഉൾപ്പെടെ പ്രതിയാണ് പിടിയിലായ നിരീക്ഷ എന്ന യുവതി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.